പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തു യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ പൊന്നുതമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്നിരുന്ന് അവിടുത്തെ സ്വർഗീയ തിരുവചനങ്ങളെ പങ്കിട്ടെടുത്ത് ധ്യാനിക്കുവാനും അതിൽ നിന്ന് പാനം ചെയ്യുവാനുമൊക്കെ ഭാഗ്യം തന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് ഒരു മനോഹരമായ ചിന്ത കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. മനുഷ്യരോട് ദൈവം പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്ന്. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാകുന്നുവെന്ന്, നിങ്ങളുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെന്ന്. നമ്മളൊക്കെ മാമോദീസ സ്വീകരിച്ചവരെങ്കിൽ ഈ പരിശുദ്ധാത്മാവാസം പ്രാപിച്ചവരും പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ ആലയങ്ങളുമാണ് ഞാനും നിങ്ങളും. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നുവെങ്കിൽ ആ ആത്മാവ് നമ്മിൽ എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്? ശരിക്കും എന്നെ ഇപ്പോൾ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണോ എന്നറിയുവാനുള്ള ഒരു പരിശോധന കൂടെയാണ് ഈ വിഷയത്തെ പഠിക്കുന്നത് എന്ന് തോന്നുന്നു. ഇവിടെ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 16-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിനെക്കുറിച്ച് യേശുമശിഹ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാലോ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ചെയ്യുന്ന പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എത്ര മനോഹരമായ ഒരു പ്രഖ്യാപനമാണ്! സകല സത്യത്തിലും വഴി നടത്തും പരിശുദ്ധാത്മാവ്. സകല സത്യവും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സത്യം എന്ന ചിന്ത നമ്മൾ മനസ്സിലാക്കണം. സത്യം എന്നതിന് വേദപുസ്തകം കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം കർത്താവായ യേശു ക്രിസ്തുവാണ് സത്യം, ദൈവമാണ് സത്യം എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ വഴി നടത്തും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിൽ വഴി നടത്തും, അവൻ്റെ ഉപദേശങ്ങളിൽ വഴി നടത്തും, അവൻ്റെ കാഴ്ചപ്പാടുകളിൽ വഴി നടത്തും, അവൻ വരച്ചിട്ട വഴികളിലൂടെ വഴി നടത്തും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കർത്താവിൽ നടക്കുക എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പാതകളിൽ നടക്കുക, അവൻ്റെ സ്നേഹത്തിൽ നടക്കുക, അവൻ ലോകത്തിന് പകുത്തു കൊടുത്ത അനുകമ്പാർദ്രമായ വഴികളിൽ നടക്കുക, അവൻ ലോകത്തിന് പങ്കിട്ടു കൊടുത്ത സൗഖ്യദായകമായ വഴികളിൽ നടക്കുക, അവൻ ലോകത്തിന് പകുത്തു കൊടുത്ത സുഭിക്ഷതയുടെ വഴിയിൽ നടക്കുക. ഇതൊക്കെ തന്നെയാണ് സത്യത്തിലുള്ള നടപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കിന്നത് സാധ്യമാകുന്നുണ്ടോ? സ്വയം പകുത്തു കൊടുത്തവനാണ് കർത്താവ്. തൻ്റെ കയ്യിൽ കിട്ടിയ സകല സാധ്യതകളും അവകാശപ്പെടുന്ന സകലർക്കും വേണ്ടി പകുത്തു കൊടുത്തവനാണ് കർത്താവ്. തൻ്റെ ശിഷ്യരോടുകൂടെ തിബരിയോസിൻ്റെ തീരത്ത് 3 നാൾ ഇരുന്നപ്പോൾ വലിയ പുരുഷാരം അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ 3 നാൾ കഴിഞ്ഞപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, എനിക്ക് വിശക്കുന്നു എന്നല്ല, എൻ്റെ ചുറ്റുമിരുന്ന ഈ ജനത്തിന് വിശക്കുന്നു എന്നാണ്. അതൊരു വലിയ സത്യപ്രഖ്യാപനമാണ്. ആ 5 അപ്പം കയ്യിലുള്ള ബാലകനെ കർത്തൃമുമ്പിൽ കാഴ്ചവെച്ച് അവൻ്റെ കയ്യിലിടുന്ന 5 അപ്പവും ചുട്ട 2 മീനും കയ്യിൽ കിട്ടിയപ്പോൾ, ഞാൻ എൻ്റെ വിശപ്പ് മാറ്റട്ടെ, ജനത്തെ പിരിച്ചയക്കുക എന്നല്ല കർത്താവ് പറഞ്ഞത്. നോക്കുക, ഈ ജനത്തെ പന്തിക്കിരുത്തുക, അവരുടെ വിശപ്പ് ഞാൻ ശമിപ്പിക്കട്ടെ എന്നാണ്. സത്യത്തിൻ്റെ വഴി എന്നൊക്കെ പറയുമ്പോൾ കർത്താവിൻ്റെ വഴിയാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് എന്ത് കിട്ടുമെന്ന് ചിന്തിച്ച്, എന്ത് കിട്ടിയാലും നമുക്കത് എങ്ങനെ നമ്മുടെ സ്വന്തമാക്കാമെന്ന് ചിന്തിച്ച്, നമ്മുടെ ആഹാരത്തിനായി, നമ്മുടെ സുഭിക്ഷതയ്ക്കായി ലഭിക്കുന്ന സാധ്യതകളെ വിനിയോഗം ചെയ്യുന്ന നമുക്ക് സത്യത്തിൻ്റെ നടപ്പ് എന്താണെന്ന് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവ് അത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി പങ്കിടുകയാണ്. അതിലൊരു പങ്ക് കർത്താവും അനുഭവിച്ചിട്ടുണ്ട് നിശ്ചയം. എന്നാൽ താൻ ഒറ്റയ്ക്കായിരുന്നില്ല അത് സ്വീകരിച്ചത്. തൻ്റെ ഒപ്പം നിന്ന സകലരെയും തൃപ്തരാക്കിയ ശേഷമാണ് കർത്താവ് അത് അനുഭവിക്കുവാനിടയായത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നടന്നുപോയ വഴികളിലുടനീളം അവൻ ചില അടയാളങ്ങൾ ഇട്ടിട്ടുണ്ട്. സത്യത്തിൻ്റെ നടപ്പ് ആ അടയാളങ്ങളിൽ ചവിട്ടിയുള്ള നടപ്പാണ്. അതേ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടുള്ള നടപ്പാണ്. ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം,
ഞാൻ തന്നെയാണ് ജീവനെന്ന് വിളംബരം ചെയ്തവനെ മറക്കരുത്. അപ്പോൾ കർത്താവ് സത്യത്തിൽ നടപ്പാൻ നമ്മെ വിളിക്കുകയാണ്. നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നുവെങ്കിൽ നമ്മുടെ നടപ്പ് സത്യത്തിലുള്ള നടപ്പായിരിക്കും, ക്രിസ്തുവിലുള്ള നടപ്പായിരിക്കും, ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകളിലുള്ള നടപ്പായിരിക്കും, ക്രിസ്തു നടന്ന വഴികളിലൂടെയുള്ള നടപ്പായിരിക്കും, ക്രിസ്തു ചെയ്ത പ്രവൃത്തികളിലൂടെയുള്ള പ്രവൃത്തിപൂർണമായ നടപ്പായിരിക്കും. നമുക്കത് സാധ്യമാകുന്നില്ലാത്തിടത്ത് പ്രിയമുള്ള ദൈവമക്കളെ, നാം കർത്താവിൽ നടക്കുന്നില്ല, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നില്ല എന്ന് പറഞ്ഞു വയ്ക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വയ്ക്കേണ്ടി വരുന്നത് ദുഃഖകരമായ സംഗതിയാണ് എന്നിരിക്കലും ദൈവമക്കളെ അത് പറയാതിരിക്കാൻ തരമില്ലല്ലോ. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുവചനം, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നത് ഇതാണ്. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക തന്നെ ചെയ്യുക. നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുന്നത് ദൈവാത്മാവിനാലുള്ള ജീവിതമാണെങ്കിൽ, ദൈവം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടുള്ള ജീവിതമാണെങ്കിൽ ആ ജീവിതത്തിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. അല്ലെങ്കിൽ നാം കേവലം ജഡീക ജീവൻ മാത്രമുള്ള മൃഗതുല്യരായി പോകും. കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം ഇതാണ്. ദൈവാത്മാവിനാൽ ജീവിക്കുന്നവർ ദൈവാത്മാവിനാൽ നടത്തപ്പെടും, ആത്മാവിനെ അനുസരിച്ച് നടക്കും. ആത്മാവിൻ്റെ ഹിതത്തിനെതിരായി ഒന്നും അവരിൽ ഉണ്ടാകുകയില്ല. ജഡത്തിൻ്റെ ചിന്തകൾ അവരെ ഭരിക്കുകയില്ല, ആത്മാവിൻ്റെ ചിന്തകൾ അവരെ ഭരിക്കും. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരാൾക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രകടമാക്കാൻ കഴിയും. ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാമത്തേത് സ്നേഹമാണെന്ന് ഈ ഗലാത്യലേഖനത്തിൽ തന്നെ 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്നേഹം ഒരാളുടെ ഉള്ളത്തിൽ ഉണ്ട് എങ്കിൽ, ആ ആൾ സ്നേഹമുള്ളൊരാളാണെങ്കിൽ ആ ആൾക്ക് സ്നേഹം പ്രകടമാക്കാൻ കഴിയും. ഒരാളുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്നതിൻ്റെ അർത്ഥം അയാളുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദൈവാത്മാവ് ഒരാളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ ആ ആളുടെ ഉള്ളിൽ സ്നേഹമില്ല. ഉള്ളിൽ സ്നേഹമില്ലാത്തവർക്ക് ആരെയും സ്നേഹിക്കാനാകില്ല, അവരെ പോലും സ്നേഹിക്കാനാകില്ല. എനിക്ക് എന്നെ സ്നേഹിക്കാനാകണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടാകണം. എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാനാകണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടാകണം. ഇന്ന് അനേകം ആളുകൾക്കത് സാധിക്കുന്നില്ല. കുറേ പേരെങ്കിലും സ്വയം വെറുക്കുന്നവരാണ്. സ്വയം വെറുക്കുന്ന ആളുകൾ നിരാശ ബാധിച്ചവരാണ്. അവരുടെ ഒരു കുഴപ്പം, അവർ മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് എല്ലാറ്റിനോടും വെറുപ്പാണ്. അവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും ആഗ്രഹിക്കുന്നതും മരണത്തെയാണ്. അവരെപ്പോഴും സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരും സ്വയം ശപിക്കുന്നവരും സ്വയം പീഡിപ്പിക്കുന്നവരുമായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാളായിത്തീരുന്നത്? അവരുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കാത്തത് കൊണ്ടാണ്. ദൈവാത്മാവ് ഒരാളുടെ ഉള്ളിൽ വസിച്ചാൽ ആ ആളിൽ സ്നേഹം നിറയും. അയാൾക്ക് അയാളെ തന്നെ സ്നേഹിക്കാൻ കഴിയും. ഒരാൾക്ക് അയാളെ തന്നെ സ്നേഹിക്കാൻ കഴിയാതെ വന്നാൽ പിന്നെ ആരെയും സ്നേഹിക്കാൻ കഴിയാതെ വരും. നമ്മളൊക്കെ പറയും സ്വയസ്നേഹം വലിയൊരു പാപമാണെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു പാപാവസ്ഥയിലുള്ള ഡംഭം ബാധിച്ചതായ സ്നേഹത്തെക്കുറിച്ചല്ല പറയുന്നത്. തന്നെ മാത്രം സ്നേഹിക്കുകയും മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയാതെയും പോകുന്ന തികച്ചും സ്വാർത്ഥമായ സ്വയസ്നേഹത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറിച്ച് താനായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും തന്നെ തന്നെ പ്രണയിക്കാനും അതിലൊരു മധുരം കണ്ടെത്താനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരവസ്ഥ ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുമ്പോഴാണ്. ആ ദൈവാത്മാവ് ഉള്ളിലുള്ള ആൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ ഉറപ്പായിട്ടും കഴിയും. സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ടാണ്, ആത്മാവ് ഉള്ളിലുള്ളത് കൊണ്ടാണ്. ആത്മാവിൻ്റെ ഫലമാണ് സ്നേഹം. ഇന്ന് പലർക്കും തങ്ങളുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ല. വിവാഹ ഉടമ്പടിയുടെ നാളിൽ എന്താ പറഞ്ഞത്? മരണത്തിലൂടെ രണ്ടിലൊരാളെ ദൈവം തമ്പുരാൻ വേർപിരിക്കുന്ന നാൾ വരെ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. ഒരു മനസ്സ്, ഒരാത്മാവ്, ഒരു ശരീരം. നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. എന്നിട്ടെന്തേ മനസ്സുകൾ തമ്മിലിപ്പോൾ പരസ്പരം പോരാടുന്നത്? എന്നിട്ടെന്തേ തമ്മിൽ മുഖത്തോട് മുഖം നോക്കാൻ വിമുഖത കാണിക്കുന്നത്?
എന്നിട്ടെന്തേ തമ്മിൽ നോക്കുന്നുവെങ്കിൽ രണ്ടുപേരുടെയും കണ്ണിൽ നിന്ന് തീ ആളുന്നത്? എന്തുകൊണ്ടാണ് പരസ്പരം ആക്ഷേപിച്ചും കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും നിന്ദിച്ചും സംസാരിക്കുന്നത്? ഉള്ളിൽ സ്നേഹം കെട്ടുപോയി, ഉള്ളിൽ ദൈവാത്മാവില്ലാതെ പോയി. ഉള്ളിൽ ദൈവാത്മാവുള്ളവർക്ക് ഒരിക്കലും പങ്കാളിയെ ആക്ഷേപിക്കാനായിട്ട് കഴിയില്ല, പങ്കാളിയെ അപഹസിക്കാനായിട്ട് കഴിയില്ല, പങ്കാളിയെ വെറുപ്പോടെ കാണാനായിട്ട് കഴിയില്ല, പങ്കാളിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാനാകില്ല, അവർക്ക് സഹിക്കാനാകാത്ത വാക്കുകളിൽ അവരെ സംബോധന ചെയ്യാനാകില്ല. ഉള്ളിൽ ദൈവാത്മാവില്ലാതെ പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ദൈവാത്മാവ് ഉള്ളിലുണ്ടോ എന്ന് അവരവരോട് ചോദിക്കേണ്ട സമയമാണിത്. എൻ്റെ ഉള്ളിൽ ദൈവാത്മാവുണ്ടോ? ആത്മീക ജീവനാണോ എന്നെ ഭരിക്കുന്നത്? ഞാൻ സഭയിൽ അംഗമാണ്, പള്ളിയിൽ പ്രധാനിയാണ്, ആത്മീയ ശുശ്രൂഷകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ സഭയിൽ അല്ലെങ്കിൽ എൻ്റെ ഇടവകയിൽ ഞാനൊരു മാതൃക വെച്ച് പുലർത്തുന്ന ആളാണ്. പക്ഷേ വീട്ടിലെ കഥ എന്താണ്? സ്വന്തം കൂടപ്പിറപ്പുകളോടുള്ള ബന്ധം എങ്ങനെയാണ്? അവിടെ സ്നേഹത്തിൻ്റെ തലമുണ്ടോ പ്രിയപ്പെട്ടവരെ? സ്നേഹം ഒരുപാട് സഹിക്കുന്ന ഒരനുഭവമാണ്. താൻ ആരെയാണോ സ്നേഹിക്കുന്നത് ആ വ്യക്തി തനിക്ക് തരുന്ന സകല മുറിവുകളും ഏറ്റെടുക്കുമ്പോൾ തന്നെ ആ വ്യക്തിയോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് ശരിയായ സ്നേഹത്തിൻ്റെ അനുഭവം എന്നൊക്കെ പറയുന്നത്. അത് സാധ്യമാകണമെങ്കിൽ ഉള്ളിൽ ആത്മാവ് ജ്വലിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വന്നാൽ ഏതൊരാളുടെയും ഏതു വലിയ തെറ്റും മറക്കാനും പൊറുക്കാനും എന്നിട്ടവരെ സ്നേഹിക്കാനുമൊക്കെ കഴിയും. ഇതിന് സാധ്യമാകാതെ വരുന്നിടത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലില്ല എന്ന് തന്നെ ഞാൻ പറയാതെ പറയുന്നു എന്ന് വരുന്നു പ്രിയപ്പെട്ടവരെ. ഇങ്ങനൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തെല്ല അസ്വസ്ഥതകളോ നൊമ്പരങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ തരമുണ്ട്. പക്ഷേ ഈ നൊമ്പരങ്ങൾ നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ ഇതൊരു ചികിത്സയാണ്. കഷായത്തിന് കയ്പാണെന്ന് പറഞ്ഞത് കുടിക്കാതിരുന്നാൽ രോഗം മാറില്ല, മരിച്ചു പോകും. കയ്പുള്ള കഷായം മധുരമുള്ള സൗഖ്യം തരും പ്രിയപ്പെട്ടവരെ. സർജറി നടത്തുന്നത് ശരീരത്തിൽ മുറിവുണ്ടാക്കും, ആ മുറിവ് വേദനയുണ്ടാക്കുമെന്ന കാരണം പറഞ്ഞ് സർജറിക്ക് വിധേയപ്പെടാൻ മനസ്സില്ലെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മരണത്തിലാണത് കലാശിക്കുക. സർജറിയുടെ മുറിവും അതുണ്ടാക്കുന്ന വേദനയും മധുരമുള്ളതായി മാറുന്നത് രോഗം പൂർണ്ണമായും ഭേദപ്പെടുമ്പോഴാണ്. ഇതൊരു തരം സർജറിയാണ്, ഇതൊരു തരം കഷായം കൊടുക്കലാണ്. ആത്മീയ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നതിന് അങ്ങനെയൊരു തലമുണ്ട് ദൈവമക്കളെ. നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഇപ്പോഴും വസിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് സ്വയം പറഞ്ഞ് ആശ്വസിച്ചിട്ട് കാര്യമില്ല. ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവും അടയാളവും കാണും. നമുക്ക് ഉള്ളിൽ ഈ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കും നമ്മൾ. ആത്മാവിൻ്റെ ഒന്നാമത്തെ പ്രവൃത്തി ഈ സ്നേഹമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മറ്റുള്ളവരോടുള്ള സ്നേഹം എന്നിലുണ്ടെങ്കിൽ, ദൈവത്തോടുള്ള സ്നേഹം എന്നിലുണ്ടെങ്കിൽ, ആ സ്നേഹത്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നുവെങ്കിൽ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നുവെങ്കിൽ, അങ്ങനെയൊരു പരമാനന്ദാനുഭവം എനിക്ക് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ബോധ്യപ്പെടുന്നുവെങ്കിൽ സത്യമായിട്ടും ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. ഇത് ഇല്ലാതെ പോകുന്നിടത്ത് ഞാൻ തീർത്തും പരാജയപ്പെടുകയാണ്. ഉത്തമ ക്രിസ്ത്യാനി എന്നൊക്കെ സ്വയം നനച്ച് നടക്കുന്ന എത്രയോ പേരുടെ ഉള്ളത്തിൽ ഈ ആനന്ദം കണ്ടെത്താൻ കഴിയുന്നില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ അവരൊരു സുഖവും അനുഭവിക്കുന്നില്ല. പൊതുവേദികളിലൊക്കെ അവർ വളരെ പരമാനന്ദമുള്ളവരായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ ഒരുപാട് നൊമ്പരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നവരോ മനസ്സ് ഉരുകുന്നവരോ ഒക്കെയാണ്. ഇത് ദൈവമക്കൾ പരിശോധിക്കണം. ആത്മാവിൻ്റെ രണ്ടാമത്തെ ഫലത്തെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതിയത് സന്തോഷമെന്നാണ്. ഇന്ന് ഒത്തിരി പേരുടെ പ്രശ്നം എന്താ? സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല, ഒട്ടും സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. അവർ സ്വയം നിരാശ ബാധിച്ചവരോ, സ്വയം കുറ്റപ്പെടുത്തുന്നവരോ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരോ, നിരന്തരം പിറുപിറുക്കുന്നവരോ, കാർമേഘാവൃതമായ മാനം കണക്കെയുള്ള മുഖവുമായി ജീവിക്കുന്നവരോ ഒക്കെയാണ്. നമുക്കറിയാം, കാർമേഘം ഇരുണ്ടുകൂടി വന്നാൽ പിന്നെ സൂര്യനെപ്പോലും മറച്ച് പ്രകൃതിയെപ്പോലും ഒരു ഗ്ലൂമിയായ അന്തരീക്ഷത്തിൽ നിർത്തും ആകാശം. മേഘപാളികൾ, കറുത്ത മേഘപാളികൾ മനുഷ്യൻ്റെ മനസ്സിനെപ്പോലും വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തും. ഇന്ന് ഒരുപാട് പേരുടെ മുഖം ഇതുപോലെ മേഘാവൃതമായിരിക്കുകയാണ്. തെറ്റിദ്ധരിക്കരുത്, അവരുടെ നിറം കറുത്തു പോയതുകൊണ്ടല്ല.
നിറം കറുത്തുപോയി എത്രയോ പേരുടെ മുഖം എത്ര വെളുത്താണിരിക്കുന്നത്, കണ്ണുകളിൽ എത്ര തിളക്കമാണുള്ളത്, ഉള്ളിൽ എത്ര പ്രകാശമാണുള്ളത്. ശരീരത്തിൻ്റെ കറുപ്പും വെളുപ്പും അല്ല ഇവിടുത്തെ പ്രശ്നം. എന്നാൽ നല്ല തൂവെള്ള നിറമുള്ള ചില ആളുകളുടെ മുഖത്തേക്ക് നോക്കിയാൽ പ്രിയപ്പെട്ടവർ എന്തൊരു കറുപ്പാണ്. അവരുടെ ശരീരത്തിലെ ത്വക്കിൽ ബാധിച്ച കറുപ്പിനെക്കുറിച്ചല്ല പറയുന്നത്. ത്വക്കപ്പോഴും വെളുത്ത് തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ മുഖത്ത് കറുപ്പാണ്. പകയോ വിദ്വേഷമോ വെറുപ്പോ കയ്പോ ഇതൊക്കെ മനസ്സിൽ നിറഞ്ഞിട്ട് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന പഴമൊഴി പരമാർത്ഥമാണെന്ന് അടയാളപ്പെടുത്തുന്നു പലരും. ചിരിക്കാൻ കഴിയാത്ത ആളുകൾ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടങ്ങളിലൊന്നാണത്. ചിരിക്കാൻ കഴിയാത്ത ആളുകൾ, പങ്കാളിയുടെ കണ്ണിൽ നോക്കി ചിരിക്കാൻ കഴിയാത്ത ആളുകൾ, കൂടപ്പിറപ്പുകളെ നോക്കി ചിരിക്കാൻ കഴിയാത്ത ആളുകൾ, ഹലോ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് സുഖമാണെന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറയാൻ കഴിയാത്തവർ. പ്രിയ ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട പാഠമാണ്. ഇന്ന് അനേകം ആളുകൾ ചിരിക്കാനേ മറന്നുപോയിരിക്കുന്നു. കാരണം എന്താ? ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നവർക്ക് ഏതവസ്ഥയിലും ചിരിക്കാനാകും. ഏതവസ്ഥയിലും ചിരിക്കാനാകും നിശ്ചയം. കാരണം അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളിൽ അച്ഛൻ അങ്ങനെ ഒരാളെ കണ്ടു. മാരകമായ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. അടി മുതൽ മുടി വരെ വേദനയില്ലാത്ത സ്ഥലങ്ങളില്ല. തനിക്ക് മുന്നിൽ ഇനി എത്ര നാൾ ഈ ലോക ജീവിതം ബാക്കിയുണ്ടെന്ന് നിശ്ചയമില്ല. വ്യക്തമായി കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞു. തൻ്റെ ശരീരം മുഴുവനും ക്യാൻസർ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ സയൻസ് ട്രീറ്റ്മെൻറ്റുകളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ആ ആളെ കാണുമ്പോഴുണ്ടല്ലോ മുഖം അങ്ങനെ സൂര്യനെ പോലെ ശോഭിക്കുകയാണ്. മനസ്സ് നിറച്ച് പരമാനന്ദമാണ്. ആ ആൾ ആർത്ത് ചിരിച്ചുകൊണ്ടാണ് വർത്തമാനം പറയുന്നത്. അപ്പോൾ ആശങ്കയോട് ചോദിച്ചു, രോഗാവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും ബോധ്യമുണ്ടോ? എനിക്ക് നല്ല ബോധ്യമുണ്ടച്ചോ. മരണം എൻ്റെ തൊട്ടരികിൽ നിൽക്കുന്നത് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. മരണത്തിൻ്റെ കാൽപ്പെരുമാറ്റം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിരന്തരം കേൾക്കുന്നുണ്ട്. എൻ്റെ ശരീരത്തിൽ അതിഭയാനകമായ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിലുണ്ടല്ലോ ഭയങ്കരമായൊരു പരമാനന്ദമാണച്ചോ. കാരണം എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ജ്വലിക്കുന്നുണ്ട്. ഈ ശരീരത്തിൻ്റെ പരിമിതിക്ക് അപ്പുറത്തും എനിക്കൊരു ജീവിതമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഈ ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നിർവ്വാണം പ്രാപിച്ചിട്ട് എത്രയും വേഗത്തിൽ എൻ്റെ പ്രാണപ്രിയൻ്റെ അരികിലെത്താനുള്ള കൊതിയാണിപ്പോഴെനിക്ക്. ഈ ലോകത്തെനിക്ക് ആരോടും ഒരു പരിഭവവുമില്ല. എല്ലാവരോടും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം മാത്രമാണ് പങ്കുവയ്ക്കാനുള്ളത്. ഉള്ളിൽ വലിയ സന്തോഷമാണ് എപ്പോഴുമെന്ന് ആ വ്യക്തി പറഞ്ഞു. ഒരുപാട് പ്രായമുള്ള ഒരാളാണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്രിയപ്പെട്ടവരെ. 26 27 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ, ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് അതിൽ പലതും ജീവിതത്തിൽ അനുഭവിപ്പാനോ നേടുവാനോ കഴിയാതെ പോയ ഒരാൾ. പക്ഷേ ഇപ്പോൾ പറയുന്നു എനിക്ക് പരമാനന്ദമാണെന്ന്. ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ആശ്വസിപ്പിക്കാൻ അടുത്തു വരുന്നവരെ ആശ്വസിപ്പിച്ച് തിരിച്ചയക്കുവാൻ ഈ യൗവനക്കാരന് എന്തുകൊണ്ടാണ് കഴിയുന്നത്? ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നത് കൊണ്ടാണ്. ദൈവമക്കളെ, ആത്മാവ് ഉള്ളിലുള്ള ഒരു വ്യക്തി ആനന്ദം കൊണ്ട് നിറഞ്ഞിരിക്കും. ഏത് സാഹചര്യത്തിലും അവരുടെ ഉള്ളത്തിൽ ആനന്ദമുണ്ടാകും. ഈ ആനന്ദം അനുഭവിക്കുന്നിടത്താണ് എന്നിൽ ദൈവാത്മാവുണ്ടെന്ന് നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കുന്നത്. ചോദിക്കട്ടെ, ചെറിയൊരു ജലദോഷം വന്നാൽ, ശരീരത്തിനൊക്കെ ഒരു വേദനയും ഒരു ചീറ്റലും തുമ്പലുമൊക്കെ വന്നിട്ട് കൊറോണയാണെന്നൊരു സംശയം തോന്നിയാൽ, അപ്പോൾ മുതൽ നമ്മൾ മൂടിക്കെട്ടിയ മാനം കണക്കെ മറ്റൊരവസ്ഥയിലേക്ക് വഴുതി പോകുന്നുവെങ്കിൽ, ചിരിക്കാൻ നമ്മൾ മറന്നു പോകുന്നുവെങ്കിൽ, പാട്ട് പാടാൻ നമുക്ക് താല്പര്യമില്ലാതെ വരുന്നുവെങ്കിൽ, നമ്മുടെ ഉള്ളം ആരാധന മറക്കുന്നുവെങ്കിൽ, ഉള്ളിൽ ആത്മാവില്ലെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ വലിയ സന്തോഷാനുഭവത്തിൽ ജീവിക്കും. വീണ്ടും പ്രിയപ്പെട്ടവരെ, സമാധാനമാണ് മൂന്നാമത്തെ ആത്മാവിൻ്റെ ഫലമായി പറഞ്ഞു വച്ചിരിക്കുന്നത്. സമാധാനം അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ? ഇന്നൊരുപാട് പേരുടെ പ്രശ്നം എന്താണ്? തീ പിടിച്ച മനസ്സുമായിട്ടാണ് ജീവിക്കുന്നത്. പുകയുന്ന കനലുകളാണ് അവരുടെ ഉള്ളിൽ നിറയെ. വല്ലാത്ത അസ്വസ്ഥതകൾ അവർ അനുഭവിക്കുകയാണ്. നിരന്തരം അവർ നെടുവീർപ്പുകൾ ഇടുകയാണ്. സ്വസ്ഥത എന്തെന്നവർ അറിയുന്നില്ല. കാരണം എന്താ? ഉള്ളിൽ പരിശുദ്ധാത്മാവ് അവരിൽ വസിച്ച് അവരെ നയിക്കുന്നുണ്ടെന്ന് അവർക്ക് അനുഭവിപ്പാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ആ ബോധം അവരെ ഭരിക്കുന്നില്ല. അതല്ലെങ്കിൽ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് തന്നെ അവർ
അവരുടെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കുകയാണ്. ഉള്ളിൽ ആത്മാവുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും തികഞ്ഞ ശാന്തതയോടെ ഇരിപ്പാൻ കഴിയും. അലകളടങ്ങിയ സാഗരം കണക്കെ ശാന്തരായിരിക്കാൻ കഴിയും. ഈ ശാന്തത കൈവരിക്കുന്ന ഒരാൾ തികഞ്ഞ സമാധാനം ഉള്ളിലുള്ള ഒരാളാണ്. ദൈവാത്മാവ് ഉള്ളിലുള്ളവർക്കാണ് ഈ ശാന്തത കൈവരിക്കാൻ കഴിയുക. ദൈവമക്കളെ, നമുക്കത് സാധ്യമാകുന്നുണ്ടോ? ഇന്ന് ഒത്തിരി പേരുടെ മനസ്സ് വല്ലാതെ ഉലയുകയാണ്, അതങ്ങ് അസ്വസ്ഥതപ്പെടുകയാണ്, അത് മനസ്സ് കടന്നങ്ങ് കലങ്ങി മറിയുകയാണ്. എൻ്റെ ഉള്ളിലൊട്ടും സമാധാനമില്ല. ഉള്ളിൽ ആത്മാവുള്ളവർക്ക് ദീർഘമായി ക്ഷമിക്കാൻ കഴിയും. ഉള്ളിൽ ആത്മാവുള്ളവർക്ക് പരോപകാരം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. ഉള്ളിൽ ആത്മാവുള്ളവർ ദൈവത്തോടും തൻ്റെ ചുറ്റും നിൽക്കുന്ന മുഴുവൻ ആളുകളോടും തികഞ്ഞ വിശ്വസ്തരായിരിക്കും. ഉള്ളിൽ ആത്മാവുള്ളവർ തികഞ്ഞ സൗമ്യതയും വിനയവുമുള്ളവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ ആത്മാവുള്ളവർ ആത്മസംയമനം പാലിക്കുന്നവരായിരിക്കും, ദയയുള്ളവരായിരിക്കും. ഇങ്ങനെ പറഞ്ഞു പോയാൽ എത്രയെത്ര സംഗതികൾ. എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ ആകാൻ എനിക്ക് സാധിക്കും. ഞാനിതിലൊക്കെ തെറ്റിപ്പോകുന്നുവെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നുവെന്നും എന്നെ ദൈവാത്മാവ് നയിക്കുന്നുവെന്നും ഞാൻ സമ്മതിക്കുന്നില്ല, ഞാനത് വെളിപ്പെടുത്തുന്നില്ല എന്ന് വരുമല്ലോ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ വസിച്ചാൽ ആ വ്യക്തിയിൽ എന്തുമാത്രം മാറ്റങ്ങളാണ് ഉണ്ടാവുക. നമ്മുടെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ് പാർക്കുന്നത്. നമ്മുടെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവിനെ ദൈവം വിശ്വസിച്ചിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ, നാം പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ നാം ജ്വലിപ്പിക്കുന്നവരാകണം, ദുഃഖിപ്പിക്കുന്നവരാകരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അതിന് തക്കവണ്ണം രൂപപ്പെടുത്തിയെടുപ്പാനാണ് ദൈവാത്മാവ് ഇന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. അതിന് തക്കതായ എല്ലാ പ്രകടനങ്ങളും, വെറും പ്രകടനങ്ങളല്ല, അനുഭവത്തിൻ്റെ പ്രകടനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കാണണം. അങ്ങനെ കാണുന്നിടത്താണ് നാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്നത്. പ്രാതികൂല്യങ്ങൾ ഒരുപാടുണ്ട്, പ്രതിസന്ധികൾ ഒരുപാടുണ്ട്, രോഗങ്ങളും പീഡനങ്ങളും പ്രശ്നങ്ങളും ഒരുപാടുണ്ട്. അതിൻ്റെ മധ്യത്തിൽ സ്നേഹം തണുത്തു പോകാതെ, സന്തോഷം ചോർന്നു പോകാതെ, സമാധാനം നഷ്ടപ്പെടാതെ തികഞ്ഞ സാക്ഷികളായി സ്വയം നിയന്ത്രണം പാലിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ നിലകൊള്ളുന്നവരായി നാം മാറണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളെ ആഹ്വാനം ചെയ്ത് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ ദൈവാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. മാമോദീസ സ്വീകരിച്ചവരാണ് നമ്മളിൽ നല്ലൊരു പറ്റം ആളുകളും. അന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്ന വാസം തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ആത്മാവ് നമ്മളിൽ എങ്ങനെ പ്രകാശിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു? സ്വയശോധന നടത്തട്ടെ. എല്ലാവരും അവരവരെ പരിശോധിക്കട്ടെ. എന്നിട്ട് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം ജീവിതം അധപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു തിരുത്തപ്പെടൽ നടക്കട്ടെ, ഒരു പുനരർപ്പണം നടക്കട്ടെ. ആത്മാവ് നമ്മളിൽ വീണ്ടും പ്രശോഭയോടെ ഭരണമേറ്റെടുക്കട്ടെ. സമർപ്പിച്ചു കൊടുക്കാം, താഴ്ത്തി കൊടുക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. തൃപാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് ചാരത്ത് ചേർത്ത് ഇരുത്തി അവിടുന്ന് ഞങ്ങളോട് വളരെ മധുരമായി ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നിങ്ങൾ. ആത്മാവ് നിങ്ങളുടെ അന്തരംഗത്തിലാണ് പാർക്കുന്നത്. ആത്മാവ് നിങ്ങളുടെ അന്തരംഗത്തിലുണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കും, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട് എന്ന് കാര്യകാരണസഹിതം വചന വെളിച്ചത്തിൽ ഞങ്ങളെ പ്രബോധിപ്പിച്ച ദൈവമേ, ഇന്ന് കേട്ട ചിന്ത ഞങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, ഞങ്ങളിൽ ദൈവാത്മാവ് വസിക്കുന്നുവെന്നും ഞങ്ങളെ ദൈവാത്മാവ് നയിക്കുന്നുവെന്നും ഞങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെടുവാൻ, ഞങ്ങളിൽ അങ്ങനെ ഒരു അനുഭവം ഇന്നില്ലെങ്കിൽ ഞങ്ങൾ എവിടെയോ തെറ്റിപ്പോയി, എവിടെയോ വീണുപോയി, എവിടെയോ ഞങ്ങൾ പട്ടുപോയി എന്ന് തിരിച്ചറിയാൻ, എന്നിട്ട് വീണ്ടും കർത്താവേ നിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ, നിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി സ്വയം സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വീണ്ടും ദൈവാത്മാവിൻ്റെ വാസഗേഹമായി രൂപപ്പെടുത്തുവാൻ ഇന്നേ ദിവസം ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സന്ദേശം കേട്ടുകൊണ്ടിരുന്ന സകല മക്കളും ആ വലിയ മഹാഭാഗ്യം അനുഭവിക്കട്ടെ. അവിടുത്തെ കൃപ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം.
നല്ല ദൈവമേ, ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.